സ്റ്റാൻസയിൽ ലവർ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എങ്ങനെ അയാൾ ലോൺലി ആയിട്ടും ആ സെപ്പറേഷന് ശേഷം അയാൾ എത്ര ലോൺലി ആയിട്ട് ഫീൽ ചെയ്തു എന്നാണ്. ആൻഡ് ഹി ലവർ ഇസ് സോ ലോൺലി ദാറ്റ് ഹി ഫീൽ സ്കൈ അബോവ് ഹിം ആൻഡ് എർത്ത് ബിലോ ഹിം, അതായത് മുകളിൽ ആകാശം താഴെ ഭൂമി. എന്നിട്ട് അയാൾ റിയലൈസ് ചെയ്യാണ് ദാറ്റ് ഹി ഹാസ് നോ വൺ ടു റിലൈസ്, അയാളുടെ ഫീലിങ്സ് പറയാനും റിലൈസ് ചെയ്യാനും ആരും ഇല്ല എന്ന് വിചാരിക്കുകയാണ്. എന്നിട്ട് ആ ബിലവഡിനെ കുറിച്ച് ആലോചിച്ചിട്ട് അയാളുടെ അൺഎൻഡിങ് ലവ് സോങ്സ് പാടുകയാണ്. ആൻഡ് ഹി ഏൺ ഫോർ എ ക്ലൗഡ് ടു സെൻഡ്, ഓക്കെ, മറ്റേ മേഘ സന്ദേശത്തിലൊക്കെ പറയുന്ന മാതിരി ഒരു ക്ലൗഡ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അയാൾ ആഗ്രഹിക്കുകയാണ് ഈ സോങ് ഒക്കെ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അത് പറയുന്നുണ്ട് ഇവിടെ. കാളിദാസന്റെ മേഘ സന്ദേശം ഫ്രെയിംഡ് ഇൻ എ സിമിലർ വേ ഇൻ വിച്ച് ലവേഴ്സ് സെൻഡ് മെസ്സേജസ് വിത്ത് ഹെൽപ്പ് ഓഫ് എ ക്ലൗഡ്, അതിവിടെ പറയുന്നുണ്ട് കേട്ടോ. ഹി നോസ് ദാറ്റ് ഹാസ് നോ യൂസ് ബട്ട് ഹിസ് ഹാർട്ട് ഡസൻ അലോ ഹിം ടു ബി സൈലൻറ്റ് ആൻഡ് ഹി സിങ്സ്, ഓക്കെ, ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ലെന്നൊക്കെ അറിയെങ്കിലും അയാളുടെ ഹാർട്ട് സമ്മതിക്കുന്നില്ല ടു ബി സൈലൻറ്റ്, ആൻഡ് ഹി കീപ് ഓൺ സിംഗിങ് എ സോങ് ഫോർ ഹിസ് ബിലവഡ് ടു റിമൂവ് ദ ഹാർട്ട് ഫ്രം ഹിസ് ഹാർട്ട്. ഫസ്റ്റ് സ്റ്റാൻസയിൽ ലവർ ലേൺസ് ദ ഡെപ്ത് ഓഫ് ദെയർ ലവ്. സെപ്പറേഷൻ അവരുടെ ബോണ്ട് ഇൻറ്റൻസിഫൈ ചെയ്തു. ലവർ തിങ്സ് ദാറ്റ് ദ ബ്ലൂമിങ് ഫ്ലവേഴ്സ് ആർ ദ ആൽഫബറ്റ് ഓഫ് ലവ് ദ ബിലവഡ് റൈറ്റ്സ് ഫോർ ഹിം. ഓക്കെ, ബിലവഡ് അയാൾക്ക് വേണ്ടിയിട്ട് എഴുതിയ ലവിൻ്റെ ആൽഫബറ്റ്സ് ആണ് ഓരോ ബ്ലൂമിങ് ഫ്ലവേഴ്സ് എന്നാണ് അയാൾക്ക് തോന്നുന്നത്. ലവ് ഇമാജിൻ ചെയ്യുന്നത് ബേർഡ്സ് ദാറ്റ് സിങ് ഇൻ എ ഡിസ്റ്റൻറ്റ് പ്ലേസ് മൈറ്റ് ബി എ മെസ്സഞ്ചർ ആയിരിക്കും, അവളുടെ മെസ്സേജ് കൊണ്ടുവരുന്ന മെസ്സഞ്ചർ ആയിരിക്കും എന്ന് തോന്നുകയാണ്. വാട്ടർ ഡ്രോപ്സ്, ഈ ലീഫിൻ്റെ ടിപ്പിലിരിക്കുന്ന വാട്ടർ ഡ്രോപ്സ് അവളുടെ കണ്ണുനീർ തുള്ളിയാണെന്ന് അയാൾക്ക് തോന്നുകയാണ്. ഫ്ലവേഴ്സിൻ്റെ മണം അയാൾക്ക് അവളുടെ ഫ്രാഗ്രൻസിനെ ഓർമ്മപ്പെടുത്തി. അയാളുടെ അടുത്തില്ലാത്ത അവളുടെ ഫ്രാഗ്രൻസ് അയാൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റി ആ ഫ്ലവറിൻ്റെ ഫ്രാഗ്രൻസിലോടുകൂടി. ആൻഡ് ലവർ തിങ്സ് അവൾ എവിടെയോ ഇരുന്ന് വീപ്പ് ചെയ്യുകയാണെന്ന് അയാൾക്ക് തോന്നി. ഇൻ എ ഡിസ്റ്റൻറ്റ് ലാൻഡ് ഷീ മൈറ്റ് ബി സൈലൻസ് സോ സാഡൻ ബൈ ദ സെപ്പറേഷൻ. ചിലപ്പോൾ അത്രയും സാഡനായിട്ട് അവളുടെ സെപ്പറേഷനിൽ സാഡനായിട്ട് അവൾ സൈലൻ്റ് ആയിട്ട് ഇരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ വീപ്പ് ചെയ്യായിരിക്കും എന്നൊക്കെ അയാളിങ്ങനെ ഇമാജിൻ ചെയ്യുകയാണ്. ഫസ്റ്റ് സ്റ്റാൻസ വന്നിട്ട് ലവർ റിയലൈസ് ചെയ്യാണ് കുറേ നാളുകൾക്ക് ശേഷം അറ്റ് ദ എൻഡ് ഓഫ് ദി വിൻ്റർ അവരുടെ ലവ് വിൽ ബ്ലോസം ജസ്റ്റ് ലൈക്ക് ബഡ്സ് ബ്ലോസം ഇൻ ടു ഫ്ലവേഴ്സ്. അവരുടെ ഹേർട്ടും റിജോയ്സ് ചെയ്യും വിത്ത് ദെയർ റിയൂണിയൻ. ആൻഡ് ലവേഴ്സ് മെറ്റ് ആഫ്റ്റർ എ ലോങ് സെപ്പറേഷൻ ദേ വിൽ സ്റ്റണ്ട് ഇൻ ടു സൈലൻസ്. ഓക്കെ, ആദ്യം കുറേ നാളിന് ശേഷം കാണുമ്പോൾ ദേ വിൽ ബി സ്റ്റണ്ട് ബൈ സൈലൻസ്. ഓക്കെ, ഇവിടെ stunned into silence by the scars of the past still haunting them. ആ പാസ്റ്റിലെ സ്കാസ് ഉണ്ടല്ലോ, ആ സെപ്പറേഷൻ്റെ സ്കാസ്, അത് സ്റ്റിൽ അവരെ ഹാണ്ട് ചെയ്യുന്നുണ്ടാവും. അത് കാരണം ഇങ്ങനെ പെട്ടെന്ന് കാണുമ്പോൾ അവരിങ്ങനെ സ്റ്റണ്ടായി പോവും. അയാൾ പ്രാർത്ഥിക്കുകയാണ്, ഈവൻ ഇഫ് ദേ ബോത്ത് വെയർ ലോങ് പാർട്ട് ഫിസിക്കലി ദൂരെ ആണെങ്കിലും ഹി ഹോപ്സ് ദാറ്റ് ദേ വെർ നെവർ ഇൻ ദ ഡിസ്റ്റൻസ് ഇൻ ദ ലവ് ഫോർ ഈച്ച് അതർ. സ്നേഹത്തിൽ ഡിസ്റ്റൻസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അയാൾ പ്രാർത്ഥിക്കുകയാണ്. ലാസ്റ്റ് ആൻസർ വരുമ്പോഴേക്കും ദ ലവർ കോൾസ് ബീങ് ബോൺ ഔട്ട് ഓഫ് ഹിസ് ബാക്ക് ബോൺ, എൻ്റെ നട്ടലിൽ നിന്ന് വന്നിട്ടുള്ളതാണെന്നൊക്കെ എന്ന് പറയുന്നുണ്ട്. അൺലോങ്ലി ഓഫ് ഹിം ഓൺ ഡേ ഷീ ആസ് ദ വൺ ഹൂ പുട്ട് ആൻ എൻഡ് ടു ഹിസ് ലോങ് ലോൺലി നൈറ്റ്സ്. അവളാണ്, ഷീസ് ദ വൺ ഹൂ പുട്ട്സ് ആൻ എൻഡ് ടു ഹിസ് ലോൺലി നൈറ്റ്സ്. ഏകാന്തമായ രാത്രികൾക്ക് വിരാമമിട്ടവൾ അവളാണ്. ഓക്കെ, ഷി വാസ് വൺ ഹൂ ഹാസ് ഫ്രാഗ്രൻസ്. ഓക്കെ, കൾട്ടിവേഷൻ്റെ സമയത്ത് പ്ലോ ചെയ്യുന്ന ഒരു സോയിലിൻ്റെ ഫ്രാഗ്രൻസ് ഉള്ളവളാണ്. ആൻഡ് ഒരു എല്ലാ ഹാർഡ്ഷിപ്പിലും സൂര്യൻ ജ്വലിക്കണ മാതിരി ജ്വലിച്ച് വരാൻ അത്രയും എന്താണ് അങ്ങനെയുള്ളവളാണ്. എല്ലാ ഹാർഡ്ഷിപ്പിലും സൂര്യൻ കത്തി ജ്വലിക്കുന്ന പോലെ അങ്ങനെ റൈസ് ചെയ്യാനായിട്ട് അത്രയും സ്ട്രോങ് ആണ് അവൾ. ആൻഡ് ഷീസ് ദ വൺ ഹൂ പുട്ട് മീനിങ് ഇൻ ടു ദ വേർഡ്സ്. ഓക്കെ, ഒരിക്കൽ മീനിങ് ഇല്ലായിരുന്ന വാക്കുകൾക്ക് മീനിങ് കൊടുത്തവളാണ് അവൾ. അതായത് അയാളുടെ ജീവിതമായിരിക്കാം ആ മീനിങ്ലെസ് വേർഡ്സ്, അല്ലെങ്കിൽ അയാളുടെ പാട്ടുകളായിരിക്കാം. തൊണ്ട അതിനൊക്കെ ഇപ്പോൾ മീനിങ്, ഒരിക്കൽ ഇല്ലായിരുന്ന മീനിങ് പിന്നീട് കൊടുത്തവളാണ് അവൾ. ഷീസ് വൺ വിത്ത് ദ വോയിസ് ദാറ്റ് റിസംബിൾസ്. ഓക്കെ, അവളുടെ ശബ്ദം എന്താണ് വാട്ടർഫോളിൻ്റെ റിതംസിനെ റിസംബിൾ ചെയ്യിക്കുന്നവളാണ്. ഷീസ് ദ വൺ ഹു സ്പ്രോട്ട് ലൈക്ക് ദ സീഡ് വെൻ ക്ലൗഡ്സ് മേക്ക് എ ട്യൂൺ ഹിൻറ്റിങ് ഓഫ് എ ഡൗൺ പോർ. ഓക്കെ, മഴ പെയ്യുമ്പോൾ എന്താണ് സീഡുകളുടെ സ്പ്രൗട്ട്ലിങ് ഉണ്ടാകുന്ന മാതിരി മുളച്ച് വന്ന, ഷീസ് ദ വൺ ഹു സ്പ്രോട്ട് ലൈക്ക് ദാറ്റ്. ആൻഡ് ഹി വുഡ് ലൈക്ക് ടു കണ്ടിന്യൂ ഹിസ് സോങ് വിത്തൗട്ട് എനി ഡിസ്റ്റർബൻസ്, ലൈക്ക് ദ പെരനിയൽ റിവേഴ്സ് വിച്ച് വുഡ്ന്റ് സ്റ്റോപ്ഡ് ഈവൻ ബൈ ദ സ്റ്റാച്യൂസ്.
എന്തുകൊണ്ട് ഒരിക്കലും വറ്റാത്ത പെരണിയൽ റിവേഴ്സ് മാതിരി അയാളുടെ സോങ്സ് ഇങ്ങനെ ഫോർ എവർ സിംഗിങ് ആവാൻ വേണ്ടിയിട്ട് അയാൾ ആഗ്രഹിക്കുകയാണ്. ദ സോങ് വിൽ സെർച്ച് ഫോർ ദ ബിലവഡ് ആൻഡ് ദ സോങ്സ് ആർ ഇൻ എ പേർപ്പസ് ഓഫ് സെർച്ചിങ് ഹിസ് ബിലവഡ്. സെർച്ച് ഓഫ് ബിലവഡ് ലൈക്ക് ദ സെർച്ച് ഓഫ് ദ റിവർ ഫോർ ദ സീസ്. ഇപ്പോൾ ഈ റിവേഴ്സ് എന്ത് ചെയ്യും, സീയിൽ ചെന്നെത്താൻ വേണ്ടിയിട്ട് ദേ ആർ ഇൻ സെർച്ച് ഓഫ് സീ. അതുപോലെ ഇയാളുടെ സോങ്സ് ആർ ഇൻ സെർച്ച് ഓഫ് ഹിസ് ബിലവഡ്. In a slow pace, the song will continue its course. Then he calls out for the beloved, stating she is his life and soul. ലാസ്റ്റ് ആൻസർ വരുമ്പോഴേക്കും ദ ലവർ കോൾസ് ആർ ബീങ് ബോൺ ഔട്ട് ഓഫ് ഹിസ് ബാക്ക് ബോൺ, എൻ്റെ നട്ടലിൽ നിന്ന് വന്നിട്ടുള്ളതാണെന്നൊക്കെ വിളിക്കുന്ന എന്ന് പറയുന്നുണ്ട്. അൺലോങ്ലി ഓഫ് ഹിം ഓൺ ഡേ ഷീ ആസ് ദ വൺ ഹൂ പുട്ട് ആൻ എൻഡ് ടു ഹിസ് ലോങ് ലോൺലി നൈറ്റ്സ്. അവളാണ്, ഷീസ് ദ വൺ ഹൂ പുട്ട്സ് ആൻ എൻഡ് ടു ഹസ് ലോങ് ലോൺലി ലോൺലി നൈറ്റ്സ്, ഏകാന്തമായ രാത്രികൾക്ക് വിരാമം ഇട്ടവൾ അവളാണ്. ഓക്കെ, ഷി വാസ് വൺ ഹൂ ഹാസ് ഫ്രാഗ്രൻസ്. ഓക്കെ, കൾട്ടിവേഷൻ്റെ സമയത്ത് പ്ലോ ചെയ്യുന്ന ഒരു സോയിലിൻ്റെ ഫ്രാഗ്രൻസ് ഉള്ളവളാണ്. ആൻഡ് ഒരു എല്ലാ ഹാർഷിപ്പിലും സൂര്യൻ ജ്വലിക്കണ മാതിരി ജ്വലിച്ച് വരാൻ അത്രയും എന്താണ് അങ്ങനെയുള്ളവളാണ്. എല്ലാ ഹാർഡ്ഷിപ്പിലും സൂര്യൻ കത്തി ജ്വലിക്കുന്ന പോലെ അങ്ങനെ റൈസ് ചെയ്യാനായിട്ട് അത്രയും സ്ട്രോങ് ആണ് അവൾ. ആൻഡ് ഷീസ് ദ വൺ ഹൂ പുട്ട് മീനിങ് ഇൻ ടു ദ വേർഡ്സ്. ഓക്കെ, ഒരിക്കൽ മീനിങ് ഇല്ലായിരുന്ന വാക്കുകൾക്ക് മീനിങ് കൊടുത്തവളാണ് അവൾ. അതായത് അയാളുടെ ജീവിതമായിരിക്കാം ആ മീനിങ്ലെസ് വേർഡ്സ്, അല്ലെങ്കിൽ അയാളുടെ പാട്ടുകളായിരിക്കാം. തൊണ്ട അതിനൊക്കെ ഇപ്പോൾ മീനിങ്, ഒരിക്കൽ ഇല്ലായിരുന്ന മീനിങ് പിന്നീട് കൊടുത്തവളാണ് അവൾ. ഷീസ് വൺ വിത്ത് ദ വോയിസ് ദാറ്റ് റിസംബിൾസ്. ഓക്കെ, അവളുടെ ശബ്ദം എന്താണ് വാട്ടർഫോളിൻ്റെ റിതംസിനെ റിസംബിൾ ചെയ്യിക്കുന്നവളാണ്. ഷീസ് ദ വൺ ഹൂസ് സ്പ്രോട്ട് ലൈക്ക് ദ സീഡ് വെൻ ക്ലൗഡ്സ് മേക്ക് എ ട്യൂൺ ഹിൻറ്റിങ് ഓഫ് എ ഡൗൺ പോർ. ഓക്കെ, മഴ പെയ്യുമ്പോൾ എന്താണ് സീഡുകളുടെ സ്പ്രൗട്ട്ലിംഗ് ഉണ്ടാകുന്ന മാതിരി മുളച്ച് വന്ന, ഷീസ് ദ വൺ ഹൂ സ്പ്രോട്ട് ലൈക്ക് ദാറ്റ്. And he would like to continue his song without any disturbance, like the perennial rivers which wouldn't stop even by the statues. എന്തുകൊണ്ട് ഒരിക്കലും വറ്റാത്ത പെരണിയൽ റിവേഴ്സ് മാതിരി അയാളുടെ സോങ്സ് ഇങ്ങനെ ഫോർ എവർ സിംഗിങ് ആവാൻ വേണ്ടിയിട്ട് അയാൾ ആഗ്രഹിക്കുകയാണ്. ദ സോങ് വിൽ സെർച്ച് ഫോർ ദ ബിലവഡ് ആൻഡ് ദ സോങ്സ് ആർ ഇൻ എ പേർപ്പസ് ഓഫ് സെർച്ചിങ് ഹിസ് ബിലവഡ്. സെർച്ച് ഓഫ് ബിലവഡ് ലൈക്ക് ദ സെർച്ച് ഓഫ് ദ റിവർ ഫോർ ദ സീസ്. ഇപ്പോൾ ഈ റിവേഴ്സ് എന്ത് ചെയ്യും, സീയിൽ ചെന്നെത്താൻ വേണ്ടിയിട്ട് ദേ ആർ ഇൻ സെർച്ച് ഓഫ് സീ. അതുപോലെ ഇയാളുടെ സോങ്സ് ആർ ഇൻ സെർച്ച് ഓഫ് ഹിസ് ബിലവഡ്. In a slow pace, the song will continue its course. Then he calls out for the beloved, stating she is his life and soul. ഇനി ഫിഫ്ത്ത് വന്നിട്ട് ഒരു 8 സ്റ്റാൻസ് ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഗോഡ്, ഓക്കെ, ലെറ്റ്സ് ലുക്ക് ഇൻടു ഇറ്റ്. അതിൽ 8 സ്റ്റാൻസ് ഉണ്ട്. അതിൽ ആദ്യത്തെ സ്റ്റാൻസയിൽ ലവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇൻ ദ ഒറിജിൻ ഓഫ് യൂണിവേഴ്സ് ദേർ വർ ബ്ലൂ സ്കൈ ഉണ്ടായിരുന്നു, ലൈറ്റ് ഉണ്ടായിരുന്നു, സോയിൽ ഉണ്ടായിരുന്നു, ഫയർ ഉണ്ടായിരുന്നു, സൺ ഉണ്ടായിരുന്നു, മൂൺ ഉണ്ടായിരുന്നു, സീസൺ ഉണ്ടായിരുന്നു, പിന്നെന്തായിരുന്നു, ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു, ഫ്ലവേഴ്സിൻ്റെ ഒരു പരേഡ് തന്നെ ഉണ്ടായിരുന്നു, പിന്നെ ഫ്ലവേഴ്സിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. എപ്പോൾ, ഡ്യൂറിങ് ദ ഒറിജിൻ ഓഫ് ദ യൂണിവേഴ്സ്. ഓക്കെ, ഓക്കെ, എല്ലാം ഉണ്ടായിരുന്നു അവിടെ. പക്ഷേ ലവർ എന്ത് ചെയ്തു, സാഡൻ ആയിരുന്നു. In the absence of his beloved, എന്തൊക്കെ ഉണ്ടായാലും ബിലവഡ് ഇല്ലല്ലോ. In order to cheer him from the repressed state, magical beauty blossomed and she spread like a rare song in his nerves. അതിൽ അയാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് she spreads like a rare song in his nerves. Lover complains that he disappears in front of him in between but embraces tightly when they meet again. ഓക്കെ, ലവർ കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ട് that he disappears in front of him. ഷീ ആയിരിക്കും in between and ഇനി മീറ്റ് ചെയ്യുമ്പോൾ they embrace tightly. The lover praises his beloved, saying that though she is tender and her lover's pure, she is a power. Okay, even though her love is tender and pure, she is not that much tender. She is the one who saves him from death. She dances in the court of death happily in a romantic mood, with simple love in her mind. The lover mourns, saying that one day of separation from his beloved caused that much of pain and wanders in the roads, and repeating her name. And
അത്രേ ഉള്ളൂ. And that separation caused so much pain to him, and he was repeating her name. അത്രേ ഉള്ളൂ. And we met again because the path of love is complex in this world. The lover exclaims how many times he loved and parted his okay, എത്ര തവണ അവർ ലവിൻ്റെ കേസിൽ ദേ പാർട്ടഡ് ദെയർ വേസ്, പിന്നെയും അവർ റീബോൺ ചെയ്തു, അവരുടെ ലവ് ചെറിഷ് ചെയ്തു. ലവർ പിന്നെയും പറയുകയാണ് ബിലവഡ് ഹിസ് ബിലവഡ് നോട്ട് ടു ഗെറ്റ് വറി, ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്തിട്ട് വറി ചെയ്യേണ്ട, ഫോർ ദിസ് ലോങ് ലൈഫ് ആൻഡ് ടു ചാനൽ ദം ടുവേഴ്സ് പോസിറ്റീവ് ഔട്ട്കംസ്. എത്ര തവണ അവർ ഇതുപോലെ പാർട്ട് ചെയ്തു, പിന്നെയും നെക്സ്റ്റ് ലൈഫിൽ അവർ റീയുണൈറ്റ് ചെയ്തു. By creating greenery even in desert, by dwelling in the cooling shelters during scorching heat, by fighting the winter's cold with their hot embrace, and by rejoicing in the rainbow formed in a drop of tear, he says that they will sing and harvest freedom like the cuckoos in the field. അതൊക്കെ പറയണോ? വേണ്ടല്ലോ. ഒന്നുമില്ല, അവർ എത്ര വർഷം കഴിഞ്ഞാലും റീയുണൈറ്റ് ചെയ്യും എന്നാണ്. പിന്നെ എന്തുപോലെ ഗ്രീനറീസ് ഈവൻ ഇൻ റിസോർച്ച്, പിന്നെ ഭയങ്കര ചൂടുള്ള സമയത്ത് ഭയങ്കര സ്ക്രാച്ചിങ് ഹീറ്റിൻ്റെ സമയത്തും ഒരു ഡ്വെല്ലിങ് ഇൻ കൂളിംഗ് ഷെൽട്ടേഴ്സ്, വിൻ്റേഴ്സ് കോൾഡിലും ഹോട്ട് എംബ്രേസ് മാതിരിയൊക്കെ, ആൻഡ് ഓൾ ദീസ് തിങ്സ്. ഒരു റെയിൻബോ ഫോംഡ് ഇൻ എ ഡ്രോപ്പ് ഓഫ് ടിയർ പോലെയൊക്കെ. പിന്നെ എന്ത് ചെയ്തു? ലവർ റോംഡ് ലൈക്ക് വാണ്ടറേഴ്സ് അണ്ടർ ദി സ്റ്റാർലെസ് സ്കൈ. ഓക്കെ, സ്റ്റാർലെസ് സ്കൈ രാത്രി കാലങ്ങളിലൊക്കെ ഇയാളിങ്ങനെ ഒരു റോം ചെയ്ത ഒരു വാണ്ടർ പോലെ. ആൻഡ് ദേ ആർ ഹോംസ് മെനി ടൈംസ് ഡിസൈർ ഫോർ അഡ്മിനിസ്ട്രേഷനൊക്കെ മെറ്റീരിയൽ വെൽത്ത്. ഓക്കെ, അതൊന്നും വേണ്ട. വൈൽ ദേ ആർ ലിവിങ് ഇൻ ദ ഫോറസ്റ്റ് ദേ യൂസ് ടു സ്ലീപ്പിംഗ് ഇൻ ദ ക്രാഡ്ലിംഗ് സോങ്സ് ഓഫ് ദ റിവർ. ഒരു ഫോറസ്റ്റിലായിരുന്നപ്പോൾ അങ്ങനെയാണ് താമസിച്ചിരുന്നത്. In the cradling songs of the river, you used to wake up to the morning touched by the heat of the sun and okay, സണ്ണിൻ്റെ ഹീറ്റും അല്ലെങ്കിൽ വിൻഡിൻ്റെ വിസ്പേഴ്സും ഒക്കെ അങ്ങനെ ഏറ്റിട്ടാണ് അവർ ഉണർന്നിരുന്നത്. ദേ യൂസ് ടു ടേക്ക് എ മിഡ് ഡേ നാപ്പ് അണ്ടർ ദ ഷെയ്ഡ് ഓഫ് ട്രീസ് ആൻഡ് എൻജോയ് ദ ഷെയ്ഡി ഈവനിങ്. അതൊന്നുമില്ല. ഈ ലവേഴ്സ് എന്ത് ചെയ്തു? രാത്രിയും പകലും ഒക്കെ രാത്രിയുടെ സ്റ്റാർലെസ് സ്കൈയുടെ താഴെയൊക്കെ ഇങ്ങനെ നടന്നു. ദേ ആർ ലൈക്ക് വാണ്ടേഴ്സ് ലൈക്ക് ജിപ്സീസ്. അപ്പോൾ ആൻഡ് ലെഫ്റ്റ് ദെയർ ഹോംസ്. പക്ഷെ മെനി ടൈംസ് ദേ ഡിസൈർ ഫോർ മെറ്റീരിയൽ വെൽത്ത്, അക്വസ്റ്റേഷൻ ഓഫ് മെറ്റീരിയൽ മെറ്റീരിയൽ വെൽത്ത്. ഓക്കെ, ഫോറസ്റ്റിൽ താമസിക്കുന്ന സമയത്ത് അവരിങ്ങനെ റിവറിൻ്റെ ശബ്ദം, ആ താരാട്ട് കേട്ടിട്ടാണ് ഉറങ്ങിയിട്ടുള്ളത്. ഉണർന്നത് എങ്ങനെയാണ്? സണ്ണിൻ്റെ ഹീറ്റ് കൊണ്ടിട്ട് അല്ലെങ്കിൽ വിൻഡിൻ്റെ വിസ്പേഴ്സ് വെച്ചിട്ടൊക്കെ കേട്ടിട്ടൊക്കെയാണ് അവർ ഉണർന്നിട്ടുള്ളത്. മിഡ് ഡേ നാപ്പ് എടുക്കാറുണ്ട് അണ്ടർ ദ ഷെയ്ഡ് ഓഫ് ട്രീസ്, ഷെയ്ഡി ഈവനിങ്സ് എൻജോയ് ചെയ്തു. When they are living this way, they drank nectar of fearless freedom. They drank the nectar of fearless freedom, and they were the darling children of nature. അത്രേ ഉള്ളൂ, അതാണ് കാര്യം. പിന്നെ കുറേ ഒബ്സ്റ്റക്കിൾസും അവർക്കുണ്ടായി. ദർ ഇസ് നോ ലൈറ്റ് വിത്തൗട്ട് എ പിഞ്ച് ഓഫ് ഡാർക്ക്നെസ്. പിഞ്ച് ഓഫ് ഡാർക്ക്നെസ് ഇല്ലാണ്ട് ഒരിക്കലും ലൈറ്റ് ഉണ്ടാവില്ല. ദി സ്റ്റംബിൾ ഓൺ സ്റ്റോൺ ആൻഡ് തോൺസ് ഈവൻ ദി ഏബിൾ ത്രൂ ദെയർ വേസ്. അവർക്ക് ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് ഉണ്ടായി. ദി സ്റ്റംബിൾ ഓൺ സ്റ്റോൺസ് ആൻഡ് തോൺസ്. പക്ഷെ അവർ ഫിയർലെസ്ലി നടന്നു. ബൈ ഹോൾഡിംഗ് ദെയർ ഹാൻഡ്സ് ആൻഡ് ഹോപ്പിംഗ് ടു ഗോ വേർ എവർ ദ വിൻഡ് ലീഡ്സ് ദം. കാറ്റ് എങ്ങോട്ടാണ് അവർ ലീഡ് ചെയ്യുന്നത്, നേച്ചർ എങ്ങോട്ടാണ് ലീഡ് ചെയ്യുന്നത്, അങ്ങോട്ടേക്ക് പോകാൻ ധൈര്യത്തോടുകൂടി കൈകൾ കോർത്ത് പിടിച്ച് അവർ മുന്നോട്ട് നടന്നു. ഈവൻ ദോ ദെയർ വർ മെനി ഒബ്സ്റ്റക്കിൾസ്. പിന്നെ അവരെന്താണ്? കീം ഹണ്ടേഴ്സ്, കില്ലേഴ്സ് ആൻഡ് പീപ്പിൾ പ്ലഷ് ടു ക്രൂസിഫൈ ലവേഴ്സ്. അവിടെ വന്നു. There came hunters, killers and people pledged to crucify lovers. Barbarians separated the lovers with their metal and threw them into the fiery vessels of sufferings. Barbarians lovers separate ചെയ്തു and threw them into the fiery vessel of sufferings. And those fires of difficulties, difficulty fires, അവരെന്ത് ചെയ്തു? They purified themselves, and the lover reveals how troublesome it is to step forward after downfalls. ആഫ്റ്റർ ഓരോ ഡൗൺഫാളിന് ശേഷം സ്റ്റെപ്പ് ഫോർവേഡ് ചെയ്യാൻ എന്തുമാത്രം പാടാണ്, എന്തുമാത്രം ട്രബിൾസമാണ് എന്ന് അവർ റിവീൽ ചെയ്തു. ആൻഡ് ഇൻ ദാറ്റ് ഫയർ ഓഫ് ഡിഫിക്കൽട്ടീസ് ദേ പ്യൂരിഫൈ ദംസെൽഫ്. പിന്നെന്താണ്? ദേ വേർ സെർച്ചിങ് ഫോർ ഈച്ച് അതർ, പെയിൻഫുൾ mind and body in the hot desert, and rejoicing in their reunion. They were secretively stung by death. They were drawn by someone in the walls of time as a symbol of eternal love, and their story is still sung by. Okay, they were someone in the walls of time
They took them as a symbol of eternal love, and their stories still sung by the winds in the grassland and the tips of the palm trees. Palm leaves, okay. The songs are sung by the winds and palm leaves. This human search for the greatness of love in silent sufferings. He tells about a long list of desires. Long list of desires-നെ കുറിച്ച് പറയുന്നുണ്ട്, കുറേ wishes-നെ കുറിച്ച് പറയുന്നുണ്ട്. To fulfill with beloved, അവളോടൊപ്പം fulfill ചെയ്യാനുള്ളത്. എന്നിട്ട് still the lovers desires for the bird. ഓക്കെ, എപ്പോഴും പരസ്പരം അവരുടെ പ്രസൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും ഒരുമിച്ച് വേണം എന്ന് അവർ ആഗ്രഹിച്ചു. In the life mixed with happiness and sorrow. He desires to make, okay. He desires to make her immortal by being mentioned in the couplet of the love letter presented by the earth. Earth present ചെയ്യുന്ന ലവ് ലെറ്ററിലെ കപ്ലറ്റ് ആയിട്ട് ഒരു ഇമ്മോർട്ടൽ ആവാൻ വേണ്ടിയിട്ട് അയാൾ ആഗ്രഹിച്ചു. He desires to lock eyes sitting in the different lotus leaves as water birds ആയിട്ട് രണ്ട് ഡിഫറെൻറ്റ് ലോട്ടസ് ലീവ്സിൽ ഇരുന്നിട്ട് ഐസ് നമ്മൾ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അയാൾ ആഗ്രഹിച്ചു. And he decided to find amazement in the new beauty of her countenance. His beloved to have good health. അവർക്ക് നല്ല ആരോഗ്യം ഉണ്ടാവണമെന്ന് അയാൾ ആഗ്രഹിച്ചു. He decided to go to the mountain to see the valley down billowing by holding hands. അവളുടെ കൈ പിടിച്ചുകൊണ്ട് വാലീസും മൗണ്ടൻസും കാണണം എന്ന് ആഗ്രഹിച്ചു. His final desire is to recall and sing the lines. Final desire എന്ന് പറഞ്ഞാൽ to recall and sing those lines of the songs that he sang long ago. The lover enquires his beloved whether her legs are tired of walking because if she is they could share their difficulties together. കാല് കഴിക്കുന്നുണ്ടോ, കാലിന് പ്രശ്നമുണ്ടോ എന്നൊക്കെ എൻക്വയർ ചെയ്യുന്നുണ്ട് അവളോട് ഇങ്ങനെ നടന്നിട്ട്. കാരണം he wanted to share their difficulties together, or they could rest in the slopes of hills, or they could look down and wonder how beautiful slopes of hillsൽ റെസ്റ്റ് ചെയ്തുകൊണ്ട് എന്താണ് ഈ എർത്തിൻ്റെ വണ്ടർഫുൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എർത്തിനെ കണ്ടിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്യുക, അല്ലെങ്കിൽ എർത്തിൻ്റെ ബ്യൂട്ടിയിൽ വണ്ടർ ചെയ്യുക, അങ്ങനെ റെസ്റ്റ് ചെയ്യണമെന്നൊക്കെ അയാൾ ചോദിക്കുന്നുണ്ട്. He says that he loves this hill and man climbs and he would wish to reborn 100 times again to sit in the corner of this earth. ഈ എർത്തിൻ്റെ കോർണറിൽ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു 100 തവണ റിബോൺ ചെയ്യാൻ അയാൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ 6th ആയി, ഇനിയുണ്ട്. സോറി, 5th കഴിഞ്ഞു, ഇനി 6th 7th 8th ഉണ്ട്. 2:17 എനിക്കിനി വയ്യ, നാളെ നോക്കാം നമുക്ക് ബാക്കി.